നമസ്തേ. എൻ്റെ പേര് ഉമ. ഞാൻ ആശ മാമിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലൊരു സ്റ്റുഡൻ്റാണ്. എൻ്റെ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ ഓഡിയോ അയക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസിലൂടെയും പിന്നെ യോഗ, മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്തിട്ട് എൻ്റെ ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. എപ്പോഴും നെഗറ്റീവായി എല്ലാ കാര്യത്തിലും നെഗറ്റീവ് ചിന്തിച്ചിരുന്ന ഞാനിപ്പോൾ ഫുൾ പോസിറ്റീവായി മാറി. പിന്നെ കുറേ ആഗ്രഹങ്ങൾ നടന്നു, കുറേ മാനിഫെസ്റ്റേഷൻസ് നടന്നു. പിന്നെ എല്ലാറ്റിലും ഉപരി എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ശരിക്കുള്ള ജീവിത വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ ആ ഒരു അവസ്ഥ എനിക്കിപ്പോൾ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും മാറ്റം ഉണ്ടായപ്പോൾ എനിക്കിത് എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യണം തോന്നി. കാരണം ശരിക്കും നമുക്ക് ജീവിത വിജയം നേടാൻ ഇത്രയും സിമ്പിളാണ്. നമ്മളുടെ നെഗറ്റീവ് ചിന്തകളൊക്കെ മാറ്റി ഒന്ന് പോസിറ്റീവായി എല്ലാ കാര്യം ചിന്തിച്ച് ഈ ലോ ഓഫ് അട്രാക്ഷനൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ജീവിത വിജയം നേടാൻ പറ്റും. അത് എൻ്റെ ഈ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവരും ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസൊക്കെ ചെയ്ത് ജീവിത വിജയം നേടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയും. അപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയ കുറച്ച് മാനിഫെസ്റ്റേഷൻസ് പറയാം. കുറേ മാനിഫെസ്റ്റേഷൻസ് നടന്നു. ഇപ്പോൾ അതിലെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് മാനിഫെസ്റ്റേഷൻസ് പറയാം. ഞാൻ യൂട്യൂബിൽ ഓരോ വീഡിയോസ് കണ്ടിട്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് തുടങ്ങിയത്. അങ്ങനെ കുറേ വീഡിയോസ് കാണുമായിരുന്നു. അപ്പോഴാണ് ഒരു ദിവസം ആശയുടെ വീഡിയോ കണ്ടത്. അപ്പോൾ ആശയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു അവതരണ രീതി, നല്ല സൗമ്യവും പിന്നെ നല്ല ആത്മാർത്ഥമായി പറയുന്ന പോലെ തോന്നി. അപ്പോൾ അങ്ങനെ കുറേ ആശയുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് പിന്നെ ഞാൻ കുറേശ്ശെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷൻസും ഒക്കെ പ്രാക്ടീസ് ചെയ്തു. അപ്പോഴാണ് ഞാൻ മുടിക്കും സ്കിന്നിനൊക്കെ വേണ്ടി അഫർമേഷനൊക്കെ പറയുമായിരുന്നു, എൻ്റെ സ്കിൻ ഗ്ലോ ആവുന്നുണ്ട്, മുടി വളരുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരും എന്നോട് പറയാൻ തുടങ്ങി, നല്ല സ്കിൻ ഗ്ലോ ആവുന്നുണ്ടല്ലോ, എന്താ ചെയ്യുന്നത്, മുടി വളർന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. ഇതൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടി പ്രാക്ടീസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ ഓരോ ഗോൾ ലിസ്റ്റൊക്കെ എഴുതാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്താണ് എൻ്റെ മോൻ 10th പഠിക്കുന്നത്. അപ്പോൾ റിസൾട്ട് വരാറായപ്പോൾ ഞാനിങ്ങനെ എഴുതി വെച്ചു, എൻ്റെ മോന് 10th എക്സാമിന് 93.2% കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതിന് താങ്ക് യു യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചു. എന്നിട്ട് റിസൾട്ട് വന്നപ്പോൾ 93.6, കുറച്ച് കൂടി 0.4% കൂടി. എന്തായാലും ആ 93 എന്നുള്ളത് അതേപോലെ വന്നു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടിയും ഒരു അത്ഭുതമായി, ഭയങ്കര ഇതായി. അങ്ങനെ ഞാൻ കുറേശ്ശൊക്കെ, എന്നാലും അത്ര കൺസിസ്റ്റൻ്റായി പ്രാക്ടീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ മാനിഫെസ്റ്റേഷൻസ് ഒന്നും ആദ്യം നടന്നിരുന്നില്ല. പിന്നെ ഞാനിങ്ങനെ കൂടുതൽ വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് സെൽഫ് ലവിനെ കുറിച്ചും പിന്നെ ഫൊർഗീവ്നെസ്, ഈ ഹോപ്പണോപ്പണോ പ്രെയർ, അതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി എനിക്ക് സെൽഫ് ലവ് കുറച്ച് കുറവാണ്. കുറച്ച് സെൽഫ് ലവിൻ്റെ അഫർമേഷൻസൊക്കെ പറയണം, പ്രാക്ടീസ് ചെയ്യണം എന്ന് തോന്നി. പിന്നെ അപ്പോഴാണ് ഒരു ഇന്നർ ചൈൽഡ് ഹീലിങ്ങിനെ കുറിച്ചൊരു വീഡിയോ കണ്ടത്. അപ്പോൾ എനിക്കും തോന്നി എനിക്കും അത് എന്തോ ഒരു ഇന്നർ ചൈൽഡിന് ഒരു ഹീലിംഗ് ആവശ്യമാണെന്ന് തോന്നി. കാരണം നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെറുപ്പത്തിലൊക്കെ കേട്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടായിരിക്കും നമുക്ക് പലപ്പോഴും സെൽഫ് ലവിൻ്റെ ഒരു കുറവ് വരുന്നത്. അങ്ങനെ ഓരോ വീഡിയോസ് കണ്ടപ്പോഴാണ് അതൊക്കെ മനസ്സിലായി. ഞാൻ ഇത് ഇന്നർ ചൈൽഡ് ഹീലിംഗ്, ഇന്നർ ചൈൽഡ് മെഡിറ്റേഷൻ അങ്ങനെയൊക്കെ കുറേ ചെയ്തു. പിന്നെ എന്നും ഗ്രാറ്റിറ്റ്യൂഡ്, പിന്നെ അന്ന് തൊട്ടേ ഞാൻ എന്നും ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തുടങ്ങി. ഗ്രാറ്റിറ്റ്യൂഡ് ആദ്യമൊക്കെ എന്താ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ളതെന്ന് തോന്നിയിരുന്നു. ഞാനിപ്പോൾ 15 മിനിറ്റ് എന്നും ഗ്രാറ്റിറ്റ്യൂഡ് പറയും എല്ലാത്തിനും. വെച്ചാൽ നമ്മുടെ വീട് പണിത ഓരോ പണിക്കാർക്ക്, ഓരോ ടൈലിന് താങ്ക് യു, വാഷിംഗ് മെഷീന്, വീട്ടിലെ ഉപകരണങ്ങൾക്ക് എല്ലാത്തിനും താങ്ക് യു, പിന്നെ നമ്മുടെ ബോഡി പാർട്സ് എല്ലാത്തിനും, നമുക്ക് കണ്ണുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, ഇതൊക്കെ തന്നെ വളരെ നമ്മുടെ ഇതുള്ളത് നമ്മുടെ സൗഭാഗ്യം തന്നെയല്ലേ. അപ്പോൾ അതൊക്കെ എല്ലാം ഒന്നും വിടാതെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തുടങ്ങി. 15 മിനിറ്റ് എനിക്കിപ്പോൾ തികയാറില്ല. അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയും. പിന്നെ ഫോർഗീവ്നെസ്, ഈ ഹോപ്പണോപ്പണോ പ്രെയർ ചെയ്യും. ഫോർഗീവ്നെസ് പ്രാക്ടീസ് എന്നെ നല്ലപോലെ സഹായിച്ചിട്ടുണ്ട് തോന്നുന്നു. കാരണം നമ്മൾ ചെറുപ്പത്തിലൊക്കെ അറിഞ്ഞോ അറിയാതെയോ പലരോടും ഇപ്പോൾ മാതാപിതാക്കളോടും ഒക്കെ കയർത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനൊക്കെ നമ്മൾ മാപ്പ് ചോദിക്കണം. അപ്പോൾ നേരിട്ട് ചോദിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ഹോപ്പണോപ്പണോ പ്രെയർ പറയുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ചിലരോടൊക്കെ നമുക്ക് നേരിട്ട് ചോദിക്കാൻ തന്നെ ഒരു മടിയായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഹോപ്പണോപ്പണോ അവരെ മനസ്സിൽ വിചാരിച്ച് ഹോപ്പണോപ്പണോ പ്രെയർ പറയുക. പിന്നെ നമ്മളും ആരോടെങ്കിലുമൊക്കെ ക്ഷമിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ അതും ക്ഷമിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും ഞാനിപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യും. അത് വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാരണം എനിക്കിപ്പോൾ നല്ല ഹൈ ഫ്രീക്വൻസിയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ നല്ല മാനിഫെസ്റ്റേഷൻസ് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി എൻ്റെ മാനിഫെസ്റ്റേഷൻസ് പറയാം. എൻ്റെ ഗോൾ ലിസ്റ്റിൽ എനിക്ക് സ്കൈ ഡൈവ് ചെയ്യണമെന്ന് ഒരാഗ്രഹം എഴുതി വെച്ചിരുന്നു. സത്യം പറഞ്ഞാൽ അത് എൻ്റെ ആഗ്രഹമായിരുന്നില്ല, എൻ്റെ മോനാണ് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ മോൻ പോകുമ്പോൾ എന്നാൽ ഞാനൊന്ന് ചെയ്ത് നോക്കണം എന്നൊരു ചെറിയ ആഗ്രഹമൊക്കെ തോന്നിയിരുന്നു. കാരണം കുറേ ആൾക്കാരുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് അയ്യോ ഇതിന് ഭയങ്കര നല്ല ധൈര്യം വേണം, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ജീവിതത്തിൽ എല്ലാം നേടി എന്നുള്ളൊരു തോന്നും, അത്രയും ഒരു ധൈര്യം വേണം. അപ്പോൾ അതൊന്ന് ചെയ്യണമെന്ന് അങ്ങനെ ആ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഇങ്ങനെ തോന്നി. പിന്നെ മോൻ പോകുമ്പോൾ കൂടെ പോകാമെന്ന് വിചാരിച്ചിട്ട് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പോയി ഞങ്ങൾ സ്കൈ ഡൈവിൻ്റെ അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾ 6 പേര് പോയിട്ട്. വേറെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആർക്കും ചെയ്യാൻ പറ്റിയില്ല. ഓരോരുത്തർക്കും ഓരോ കാരണം കൊണ്ട്, ഒരാൾക്ക് BP കൂടുതലാണ്, വെയിറ്റ് കൂടുതലാണ്, പ്രായം അത്ര ആയിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബാക്കി 5 പേർക്കും ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് മാത്രം. എന്നോട് പറഞ്ഞു യു ക്യാൻ ഡു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാകെ പേടിച്ചു പോയി. അതുവരെ ഉണ്ടായിരുന്ന ധൈര്യം, ഇവരൊക്കെ ഉണ്ടല്ലോ അവരുടെ കൂടെ ഞാനും ഒന്ന് നോക്കാമെന്നുള്ളതിലാണ് പോയത്. പക്ഷേ ആകെ പേടിച്ചു പോയി. ഞാനില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡും എല്ലാവരും പറഞ്ഞു നോക്ക് മോനും ഒക്കെ സപ്പോർട്ട് ചെയ്തു. എനിക്ക് പിന്നെയും ചെയ്യാം, അമ്മയ്ക്ക് ഇനി പ്രായം കൂടുതലാണ്, ഇനി പറ്റില്ല, ചിലപ്പോൾ പേടി കൂടും, ചെയ്യുമെന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞ് ഞാൻ അവസാനം അത് ചെയ്തു. അയ്യോ അതെൻ്റെ ശരിക്കും ആ ഗോൾ ലിസ്റ്റിൽ എഴുതി വെച്ചതുകൊണ്ട് മാത്രം നടന്നൊരു സംഭവമാണ്.
സ്കൈ ഡൈവ് എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. നമ്മൾ ഹെലികോപ്റ്ററിൽ മുകളിലേക്ക് കൊണ്ടുപോകും. 10,000 അടി മുകളിൽ പോയിട്ട് ആ ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തേക്ക് ചാടുകയാണ് നമ്മൾ പാരച്യൂട്ട് വെച്ച്. ഒരു ഇൻസ്ട്രക്ടറും കൂടെ ഉണ്ടാവും, പക്ഷേ ആ ചാട്ടത്തിൽ നമ്മളാണ് മുമ്പിലും. അപ്പോൾ ആകെ ഒരു പേടി, നല്ലോണം പേടി തോന്നും. പക്ഷേ ആ ചാടുന്ന സമയത്ത് മാത്രമേ പേടിയുള്ളൂ. അതുവരെയും പേടി ഉണ്ടാവും, ചാടുന്ന ഒരു സെക്കൻഡും ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോകം പിടിച്ചടക്കിയ നമുക്ക് സന്തോഷമാവും. മുകളിൽ നിന്നുള്ള വ്യൂ നല്ലൊരു വ്യൂ ആണ്. അങ്ങനെ നല്ലൊരു അനുഭവമായിരുന്നു അത്. അതാണ് എൻ്റെ ഒരു ആദ്യത്തെ മാനിഫെസ്റ്റേഷൻ സ്റ്റോറി. പിന്നെ ഒരു മാനിഫെസ്റ്റേഷൻ, ഞാനൊരു യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ചെയ്തിരുന്നു. യോഗ ടീച്ചറാവാനുള്ള ധൈര്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ വെറുതെ യോഗയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി മാത്രം ചേർന്നതായിരുന്നു. പക്ഷേ ആ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് പേർക്ക് യോഗ പഠിപ്പിക്കണം. ഒരു 10 പേരെങ്കിലും വിളിച്ച് യോഗ പഠിപ്പിക്കണം. അപ്പോൾ അതിനാണെങ്കിൽ മാർക്കും ഉണ്ട്. അതും കൂടി ചെയ്യാതെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടില്ല. അപ്പോൾ അങ്ങനെയായപ്പോൾ എനിക്ക് പേടി, ഇതെങ്ങനെ ഞാൻ ക്ലാസ് എടുക്കും, അങ്ങനെ ആകെ പേടിച്ചെന്നാലും തലേ ദിവസം വരെ എങ്ങനെയെങ്കിലും നടക്കുമായിരിക്കും എന്നുള്ളൊരു ധൈര്യത്തിലിരുന്നു. പക്ഷേ തലേ ദിവസം രാത്രി എനിക്ക് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അയ്യോ, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക, എൻ്റെ ക്ലാസ്സിൽ 10 പേര് വരുമോ, പിന്നെ 10 പേര് വന്നാലും ഞാൻ അവർക്ക് എങ്ങനെ ക്ലാസ് എടുക്കും, ഞാൻ ആകെ ഫ്രീസായി പോകും. ആദ്യത്തെ പ്രയർ ചൊല്ലൽ തൊട്ട് എനിക്ക് ടെൻഷനായിരുന്നു. എനിക്ക് പാടാൻ വലിയ കഴിവില്ല. ഇങ്ങനെ എല്ലാം നെഗറ്റീവ് ആലോചിച്ചിരുന്നു. എന്നിട്ട് എന്തായാലും എന്നാൽ പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ തന്നെ രക്ഷ എന്ന് പറഞ്ഞിട്ട് വിഷ്വലൈസ് ഒക്കെ ചെയ്തു, നല്ലോണം വിഷ്വലൈസ് ചെയ്തു. എൻ്റെ ക്ലാസ്സിൽ 20 കൂടുതൽ ആൾക്കാർ വരുന്നു. അവരൊക്കെ എന്നോട് ക്ലാസ് കഴിഞ്ഞപ്പോൾ നല്ല ക്ലാസ് ആയിരുന്നു എന്നൊക്കെ എല്ലാവരും പറയുന്നു. അതൊക്കെ ഞാനൊരു മെഡിറ്റേഷൻ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നല്ലപോലെ വിഷ്വലൈസ് ചെയ്തു. എന്നിട്ട് ഒരു ഡോട്ട് ടെക്നിക്ക്, ഈ ലോ ഓഫ് അട്രാക്ഷനിൽ ആ ഡോട്ട് ടെക്നിക്കും ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ സമാധാനമായി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ലോഗിൻ ചെയ്തപ്പോൾ എൻ്റെ ക്ലാസ്സിൽ 50 കൂടുതൽ ആൾക്കാർ. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഇത്രയും ആൾക്കാരെ കണ്ടിട്ട്. എങ്ങനെ വന്നു എന്നറിയില്ല എത്ര പേര്. എന്നുവെച്ചാൽ ഇത് ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുത്തിരുന്നു, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം, ഫ്രീ ആയിട്ടുള്ള കോഴ്സ് തന്നെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ പേർക്കൊക്കെ അയച്ചു കൊടുത്തിരുന്നു. പക്ഷേ ഇത്രയും പേരെ കണ്ടപ്പോൾ എനിക്ക് കൂടുതൽ പേടിയുമായി. ഞാൻ എങ്ങനെ ക്ലാസ് എടുക്കും, ഇത്രയും പേരുടെ മുമ്പിൽ എല്ലാവരും എന്നെ നോക്കിയിരിക്കുകയല്ലേ. എനിക്കാണെങ്കിൽ സ്റ്റേജ് ഫിയർ ഇതിനു മുമ്പ് ഫ്രീസായ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വിചാരിച്ച് പെട്ടെന്ന് കുറച്ചൊന്ന് ഞാൻ അങ്ങോട്ട് ഇതായിപ്പോയി. പക്ഷേ ഞാൻ നല്ല ധൈര്യത്തിൽ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അപ്പോഴും ഞാനിങ്ങനെ നല്ല വിഷ്വലൈസ് ഒക്കെ ചെയ്ത് അപ്പോൾ ഒരു സമാധാനമായി. പിന്നെ സുഖമായി ക്ലാസ് എടുത്തു. അത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഞാൻ വിഷ്വലൈസ് ചെയ്ത പോലെ കുറേ പേര്, ഒരു പകുതി ആൾക്കാരെങ്കിലും എനിക്ക് മെസ്സേജൊക്കെ അയച്ച് പറഞ്ഞു നല്ല ക്ലാസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു, ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. അങ്ങനെ അതാണെങ്കിൽ കുറച്ച് ആൻറ്റിമാരൊക്കെ ആയിരുന്നു, അമ്മയുടെയൊക്കെ ഫ്രണ്ട്സ്, കുറച്ച് പ്രായമുള്ള. അപ്പോൾ അവരൊക്കെ നല്ലോണം എന്നെ ബ്ലെസ്സിങ്സ് തന്നു. അവർ നല്ല യോഗ ടീച്ചർ ആവട്ടെ എന്നൊക്കെ പറഞ്ഞു. ആ ഒരു ഇതിലായിരിക്കും, അവരുടെ ബ്ലെസ്സിങ്സിലാണ് ഞാനിപ്പോൾ ഒരു യോഗ ടീച്ചറാണ്. കുറച്ച് പേർക്കൊക്കെ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോഴും അത് ഞാൻ ക്ലാസ് എടുക്കാനൊന്നും വിചാരിച്ചതല്ല, ഇതൊരു കരിയർ ആക്കാനൊന്നും വിചാരിച്ചതല്ല. എന്നോട് തന്നെ ഇങ്ങോട്ട് ഓരോരുത്തർ ചേച്ചി ഇതല്ലേ യോഗ പഠിച്ചതല്ലേ, ഒന്ന് ക്ലാസ് എടുക്കുമോ എന്ന് ചോദിച്ച് പലരും ഇങ്ങോട്ട് വന്ന് അങ്ങനെ ഞാൻ ക്ലാസ് തുടങ്ങി. എന്നിട്ട് എങ്ങനെയോ യൂണിവേഴ്സ് ഇങ്ങനെ ഓരോ ആൾക്കാരെ കൊണ്ടുവന്ന് തരികയാണ്. അങ്ങനെ 10-20 സ്റ്റുഡൻസായി എനിക്കിപ്പോൾ നല്ലപോലെ ക്ലാസ്സൊക്കെ പോകുന്നു. അത് എൻ്റെ ഒരു ജീവിതത്തിൽ ഭയങ്കര അത്ഭുതം ഉണ്ടാക്കിയ ഒരു മാനിഫെസ്റ്റേഷനാണ്. പിന്നെ ഒരു മാനിഫെസ്റ്റേഷൻ, എനിക്ക് യോഗ എക്സാമിന് റാങ്ക് കിട്ടിയിരുന്നു. അതും ഞാൻ വിഷ്വലൈസേഷൻ ചെയ്തു, ഗോൾ ലിസ്റ്റിൽ എഴുതി വെച്ചിരുന്നു. പിന്നെ ഇതിന് മുമ്പ് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഫേസ് മാറ്റിയിട്ട് ഞാൻ എൻ്റെ ഫോട്ടോ അവിടെ ഒട്ടിച്ച് വെച്ച് എന്നും അത് കാണുമായിരുന്നു. പിന്നെ ഇതുപോലെ എല്ലാവരും റാങ്ക് കിട്ടിയതിനെ അഭിനന്ദിക്കുന്നതും അങ്ങനെയൊക്കെ വിഷ്വലൈസ് ചെയ്തു. അവസാനം അത് സത്യമായി. ഫസ്റ്റ് റാങ്ക് എന്നുള്ളതിന് സെക്കൻഡ് റാങ്കായി. എന്നാലും ആ ഫോട്ടോ ഒക്കെ വന്നിരുന്നു. അതും ശരിക്കും ഭയങ്കര അത്ഭുതം ഉണ്ടാക്കിയ ഒരു മാനിഫെസ്റ്റേഷനാണ്. പിന്നെ ഏറ്റവും അത്ഭുതം തോന്നിയൊരു മാനിഫെസ്റ്റേഷനാണ്, എനിക്ക് ഗുരുവായൂർ അമ്പലം നടയിൽ ഒരു 5 മിനിറ്റോളം നിന്ന് തൊഴാൻ പറ്റി. അത് പറയുമ്പോൾ ഇപ്പോഴും എനിക്ക് കോരിത്തരിപ്പുണ്ടാവും, അത്രയും അത്ഭുതം തോന്നുക. ഞാൻ സാധാരണ ഗുരുവായൂർ പോകുമ്പോൾ എനിക്ക് വിളക്ക് പോലും ശരിക്കും കാണാൻ പറ്റില്ല. അപ്പോഴേക്കും അവിടുത്തെ സ്റ്റാഫ് തൊഴുത് നീങ്ങ് പറയും. അപ്പോൾ ഞാൻ എപ്പോഴും ഗുരുവായൂരപ്പനോട് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് പോലെ പറയും, ഭഗവാൻ എനിക്ക് മാത്രം എന്താ അവിടെ എത്തുമ്പോൾ തൊഴാനേ പറ്റാറില്ല, എല്ലാവരും പറയുന്നത് ഈ ഫീലൊന്നും എനിക്ക് അവിടെ കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറയും. പക്ഷേ എല്ലാ വർഷവും പോകാറുണ്ട്. അങ്ങനെ ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ പെട്ടെന്നങ്ങ് തീരുമാനിച്ചു പോകണമെന്ന്. ബാക്കി ആരും വീട്ടിൽ നിന്ന് ആരും വരാനുണ്ടായിരുന്നില്ല, ഓരോരുത്തരുടെ തിരക്കിലായിരുന്നു. ഞാനങ്ങ് പോയി. എന്നിട്ട് പോയി, എന്തോ ഭാഗ്യം കൊണ്ട് അന്ന് വലിയ തിരക്കുണ്ടായിരുന്നില്ല അമ്പലത്തിൽ. ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ ഉള്ളിൽ നടക്കിലെത്തി. പക്ഷേ നടക്കിലെത്തിയപ്പോഴേക്കും ഒന്ന് വിളക്ക് കണ്ടപ്പോഴേക്കും നട അടച്ചു. എന്തോ പൂജയായിരുന്നു, സ്പെഷ്യൽ പൂജയായിരുന്നു. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു അവിടെ തന്നെ നിന്നിട്ട് ഒന്നുകൂടി നട തുറന്ന് തൊഴുതിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നല്ലപോലെ പ്രാർത്ഥിച്ചു. പിന്നെ വീണ്ടും ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നട തുറന്നു. അപ്പോൾ വീണ്ടും തൊഴുതു. അപ്പോൾ എൻ്റെ മുമ്പിലുണ്ടായിരുന്ന 2 പേരും പിന്നെ ബാക്കിൽ നിന്നൊക്കെ കുറേ പേര് തൊഴുതങ്ങോട്ട് പോയി. പക്ഷെ ഞാൻ എന്തോ അവിടെ, ഞാനും ഗുരുവായൂരപ്പനും മാത്രമുള്ള പോലെ അവിടെ നിന്നു. എനിക്ക് ഒരു സ്ഥലകാല ബോധം ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ തന്നെ നിന്ന്. അത് കഴിഞ്ഞ് വീണ്ടും നടയടച്ചു. അപ്പോൾ എന്നോട് അവിടുത്തെ സ്റ്റാഫൊന്നും പോകാനൊന്നും പറഞ്ഞില്ല. വീണ്ടും നടയടച്ചു. വീണ്ടും 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നു. വീണ്ടും ഞാൻ തൊഴുത് അവിടെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സ്ഥലകാലബോധം വന്ന് ഞാനിങ്ങനെ ബ്ലോക്കാക്കി നിൽക്കുന്ന ശരിയല്ലല്ലോ, ഞാൻ എല്ലാവർക്കും തൊഴേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ തൊഴുത് മാറി. ആരും എന്നോട് ഇപ്രാവശ്യം പറഞ്ഞു പോലും ഇല്ല തൊഴുത് നീങ്ങാൻ. അങ്ങനെ അതൊരു ഭയങ്കര അത്ഭുതമുള്ള ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നുക. കാരണം ഗുരുവായൂർ പോലെ ഇത്രയും ഒരു തിരക്കുള്ള അമ്പലത്തിൽ ഇത്രയും നേരം അവിടെ നിന്ന് തൊഴാൻ പറ്റുക എന്നുള്ളത്. പിന്നെ ഞാൻ ഇതേ വാചകമാണ് പറയുക, തൊഴുത് നീങ്ങുമെന്ന് എപ്പോഴും പറയും എല്ലാവരും, അവിടുത്തെ സ്റ്റാഫ്. അത് ഞാനൊരു കംപ്ലയിൻറ്റ് പോലെ ഭഗവാനോട് പറഞ്ഞിരുന്നു. ആ ഒരു വാക്ക് ഇപ്രാവശ്യം കേട്ടില്ല. എനിക്ക് തന്നെ മതി
മതിയായി ഞാൻ തൊഴുത് മാറി. ഇതും അതെ, ഞാൻ തലേ ദിവസം പോകാനുള്ള ടെൻഷനിൽ ഞാൻ ആദ്യമായിട്ടാണ് തന്നെ പോകുന്ന അമ്പലത്തിലേക്ക്, അവിടെ ഗുരുവായൂർക്ക്. അപ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ലപോലെ വിഷ്വലൈസ് ചെയ്തു, എന്തായാലും എന്നെ ഭഗവാൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, വന്നൊന്ന് തൊഴണമെന്ന് എനിക്ക് അത്രയൊരു ആഗ്രഹം തോന്നി. അപ്പോൾ ഞാൻ നല്ലപോലെ വിഷ്വലൈസ് ചെയ്തു, എനിക്ക് തൊഴാൻ പറ്റും നല്ലതായിട്ടെന്ന് അങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അതും അതെ, ആ ഒരു വിഷ്വലൈസേഷൻ എഫക്റ്റാണ്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് ഞാൻ ശരിക്കും എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള സമയം കിട്ടി. എനിക്ക് തോന്നുന്നു 5 തൊട്ട് 10 മിനിറ്റ്, 5 മിനിറ്റ് കൂടുതൽ നിന്ന് കാണും. ഞാൻ ഈ 15 മിനിറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന കാര്യങ്ങളിൽ കുറേ കാര്യങ്ങളെങ്കിലും അവിടെ നിന്ന് പറഞ്ഞു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനേ ഉള്ളൂ, ഒന്നും എനിക്കായിട്ട് പ്രാർത്ഥിക്കാനില്ല, എല്ലാം ഗ്രാറ്റിറ്റ്യൂഡാണ്. ആ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എനിക്ക് പറയാൻ പറ്റി. ശരിക്കും അതൊരു ഭയങ്കര അത്ഭുതം. പിന്നെ ഒരു മാനിഫെസ്റ്റേഷൻ, ഞാൻ ശരിക്കും ആദ്യം ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കേട്ടത് 2018 അപ്പോൾ അന്ന് ഈ ഗോൾ ലിസ്റ്റ് എഴുതി വെക്കണം എന്നൊക്കെ ഏതൊക്കെയോ വീഡിയോ കണ്ടിട്ട് ഞാൻ ഓക്കെ, ന്യൂ ഇയറിൻ്റെ സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ എന്നാൽ ഗോൾ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചു. അപ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് എന്തൊക്കെയാണ് ഗോൾ ലിസ്റ്റിൽ എഴുതേണ്ടതെന്നൊന്നും അറിയില്ല. പക്ഷേ ഇങ്ങനെ ആഗ്രഹങ്ങളുള്ള കാര്യങ്ങളൊക്കെ എഴുതാമെന്ന് പറഞ്ഞാൽ ആകെ 5 ഗോൾ ലിസ്റ്റിൽ 5 കാര്യങ്ങൾ എഴുതിയുള്ളൂ. അതിലൊരെണ്ണം യോഗ ടീച്ചറായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ എന്താ അന്ന് യോഗ ടീച്ചറിന് എഴുതി വെച്ചതെന്ന് എനിക്ക് പോലും അറിയില്ല. കാരണം എനിക്ക് അന്ന് ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത ആളായിരുന്നു. ഒരു യോഗ ടീച്ചർ ആവാനുള്ള ഒരു കഴിവുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷേ യോഗ എപ്പോഴും എൻ്റെ പാഷനായിരുന്നു. അതുകൊണ്ട് മാത്രമായിരിക്കും ഞാൻ അന്ന് എഴുതി വെച്ചത്. ശരിക്കും അത് എഴുതി വെച്ച് ഞാനത് മറന്നേ പോയിരുന്നു. പിന്നെ ആ ബുക്ക് എവിടെയോ എടുത്ത് വെച്ച് ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. ഇപ്പോൾ ഒരു 6 മാസം മുമ്പാണ് ഞാനത് ആ ബുക്ക് എന്തിനോ വേണ്ടി എടുത്തപ്പോഴാണ് ഇങ്ങനെ അതിൽ എഴുതി വെച്ചിരിക്കുന്നു യോഗ ടീച്ചർ ഗോൾ ലിസ്റ്റിൽ. അത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് അത്ഭുതമായി. അന്ന് എനിക്ക് ലോ ഓഫ് അട്രാക്ഷനിൽ ഇത്ര വിശ്വാസം തുടങ്ങിയിട്ട് പോലും ഇല്ല. ഇപ്പോൾ 1.5 കൊല്ലമായിട്ടാണ് എനിക്ക് വിശ്വാസം. അപ്പം അപ്പോഴാണ് ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ മാനിഫെസ്റ്റേഷൻ നടന്നു. ഇപ്പോൾ ഈ അടുത്തൊക്കെ ഇങ്ങനെ നടന്നപ്പോഴാണ് ഞാൻ പഴയ ബുക്കിൽ ഞാൻ അന്ന് ഇതുപോലെ ഒരു ഗോൾ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, എന്തൊക്കെ എഴുതിയേക്കുന്നത് നോക്കട്ടെ എന്ന് വിചാരിച്ച് എടുത്ത് നോക്കിയപ്പോഴാണ് അതിൽ യോഗ ടീച്ചറിന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കിയൊരു കാര്യമാണ്. അന്ന് ഇത്രയും വിശ്വാസം ഇല്ലാതെ ചെയ്തിട്ട് പോലും അത് സംഭവിച്ചു. അപ്പോൾ യൂണിവേഴ്സ് നമ്മൾ ശരിക്കും എല്ലാം നമുക്ക് നടത്തി തരും. നമ്മൾ ഇത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും ലോ ഓഫ് അട്രാക്ഷനിൽ ഗുണം ചെയ്ത മെഡിറ്റേഷൻ ഞാൻ പിന്നെ പണ്ടേ ചെയ്യാറുണ്ട്. ഞാൻ യോഗ മെഡിറ്റേഷൻ കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ മെഡിറ്റേഷൻ എന്തായാലും ചെയ്യണം. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫോർഗീവ്നെസ്, ഇത് മൂന്നുമാണ് ഞാനിപ്പോൾ കൂടുതൽ എഴുതുന്നത്. ഗോൾ ലിസ്റ്റ് ഞാനിപ്പോൾ അധികം എഴുതാതായി. കാരണം ഭഗവാൻ എനിക്ക് കണ്ടറിഞ്ഞ ഓരോന്നും ഇപ്പോൾ തരുന്നുണ്ട്. പിന്നെ ഞാനെന്ത് ചോദിക്കാനാണ്, ഭഗവാൻ എന്നെക്കാട്ടിലും അറിയാം ഏതാ നല്ലതെന്ന്. അതുകൊണ്ട് ഞാനിപ്പോൾ ചോദിക്കാതായി. പിന്നെ ഒരു കാര്യം, നടക്കാതെ വന്ന ഒരു കാര്യം പറയാം. എൻ്റെ മോൻ ഇതുപോലെ ഒരു എൻട്രൻസ് എഴുതിയിരുന്നു. അപ്പോൾ അത് കിട്ടണമെന്ന് വിചാരിച്ച് ഞാനും അത് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാനും അപ്പോൾ ഗോൾ ലിസ്റ്റൊക്കെ ഇത് ഒരു 555 ടെക്നിക്ക് ചെയ്തു വന്ന് എൻ്റെ മോൻ ഈ യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയതിന് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് 55 പ്രാവശ്യം 5 ദിവസം എഴുതി. പക്ഷേ അവനത് കിട്ടിയില്ല. അപ്പോൾ കിട്ടാതായപ്പോൾ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമമൊക്കെ അന്ന് തോന്നി. പിന്നെ എനിക്ക് തോന്നി ഭഗവാൻ ഇതിലും നല്ലതായിരിക്കും കരുതി വെച്ചിരിക്കുന്നതെന്ന് തോന്നി. പെട്ടെന്ന് തന്നെ സമാധാനിക്കാനും പറ്റി. പിന്നെയാണ് അവന് വേറെ അതിൽ നല്ല യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ പഠിക്കുകയാണ്. IIT കിട്ടി ഇപ്പോൾ അവന്. അപ്പോൾ ശരിക്കും ഭഗവാൻ വേറെ നല്ലത് കരുതി വെച്ചതുകൊണ്ടാണ് അന്ന് അത് നടക്കാതിരുന്നത്. അപ്പോൾ എല്ലാവരും അതെ, നമുക്കിപ്പോൾ ഒരു കാര്യം നടന്നില്ലെങ്കിലും ഇതിൽ നല്ലത് എന്തെങ്കിലും വരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം നടക്കാത്തതെന്ന് വിചാരിച്ച് അങ്ങനെ ശരിക്കും നമ്മൾ ഫുൾ യൂണിവേഴ്സിനെ വിശ്വസിച്ച് ഈ അഫർമേഷൻസും ഗോൾ ലിസ്റ്റും ഗ്രാറ്റിറ്റ്യൂഡാണ് മെയിൻ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഗ്രാറ്റിറ്റ്യൂഡും പിന്നെ മെഡിറ്റേഷനും, നമ്മുടെ ആശ മാം ക്ലാസ്സിൽ പറയുന്ന പോലെ ഗ്രാറ്റിറ്റ്യൂഡ്, പിന്നെ മെഡിറ്റേഷൻ, എന്തെങ്കിലും ഫിസിക്കൽ എക്സസൈസ്, ഇത് മൂന്നുമാണ് ആശ മാമും കൂടുതൽ പറയാറ്. അപ്പോൾ ഇതെന്തായാലും ചെയ്യണം. പിന്നെ നമ്മൾ വെറുതെ നിൽക്കുമ്പോഴൊക്കെ അഫർമേഷൻസും സ്വിച്ച് വേർഡ്സും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, പറ്റുമ്പോഴൊക്കെ എഴുതുക, ഇതൊക്കെ ചെയ്താൽ ശരിക്കും എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ജീവിത വിജയം നേടാൻ പറ്റും. പിന്നെ ചിലപ്പോൾ നമുക്ക് തന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിൽ നടക്കില്ല. അപ്പോൾ ആദ്യം കുറച്ച് ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഞാനും അതുകൊണ്ടാണ് ഇപ്പോൾ ആശ മാമിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ക്ലാസ്സിൽ ഇതുപോലെ എന്നും മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻ, സ്വിച്ച് വേർഡ് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ആദ്യം കുറച്ച് ദിവസമെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു റുട്ടീനാവും. പിന്നെ നമുക്ക് ബാക്കിയുള്ള ദിവസം പിന്നെ നമുക്ക് തന്നെയാണെങ്കിലും ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യമൊന്നും എനിക്ക് ഓരോ സമയക്കുറവുകൊണ്ട് എനിക്ക് പറ്റിയിരുന്നില്ല. ഞാൻ ഇപ്പോഴാണ് മാമിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ക്ലാസ്. എന്നാലും ഈ ക്ലാസ്സിനെക്കുറിച്ചും ആശാ മാമിനെക്കുറിച്ചും ഒക്കെ എനിക്ക് കാണിച്ചു തന്ന യൂണിവേഴ്സിന് താങ്ക് യു, ആശാ മാമിന് താങ്ക് യു, എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും, എൻ്റെ എല്ലാ ഗുരുനാഥന്മാർക്കും എല്ലാവർക്കും താങ്ക് യു യൂണിവേഴ്സ്.